ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കറന്റ് നിൽക്കുന്നത് മൂന്നാറാണ്. ആക്ച്വലി മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് മാങ്കുളത്തുള്ള റിസോർട്ടിലാണ്. അപ്പോൾ അവിടത്തേക്കുള്ള ആ ഒരു വഴി കാണിക്കാൻ വേണ്ടിയുള്ളൊരു കുഞ്ഞു വീഡിയോ ആണിത്. നിങ്ങൾക്ക് മൂന്നാർ വരാനും ലക്ഷ്മി എസ്റ്റേറ്റ് വഴി വരാം കേട്ടോ. ആ കല്ലാറിന്നൊക്കെ തിരിഞ്ഞ് ഈ റൂട്ടിൽ എന്തൊക്കെ കാഴ്ചകളുണ്ട്, എന്തൊക്കെ മനോഹരമായ ദൃശ്യങ്ങളുണ്ടെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ആ വഴിയാണ് നമ്മൾ പ്രോപ്പറായിട്ട് മൂന്നാറിൽ നിന്നൊക്കെ വരുമ്പോഴേ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് ഓൾഡ് മൂന്നാർ ടൗൺ എന്ന് പറയും. അവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് നേരെ പോകുന്നത് നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റിലേക്കാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, അലിബാബ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നേരെ പോകുമ്പോൾ തന്നെ നമുക്ക് നേരെ തിരിയുമ്പോൾ തന്നെ നല്ല കാഴ്ചകൾ കണ്ടു തുടങ്ങും. നല്ല ഹൈറ്റിൽ തേയിലത്തോട്ടം എന്താ ആ മലയുടെ മുകളിൽ ലക്ഷ്മി മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ ബോർഡൊക്കെ കാണാം. ഇത് PWDയുടെ പാർക്കിംഗ് ഗ്രൗണ്ടാണ് കേട്ടോ. നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റിൽ വന്നപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ട ഒരു രസകരമായ ഒരു ദൃശ്യമാണ് ഇത് കേട്ടോ. നല്ല മനോഹരമായ ഒരു വ്യൂ എന്നൊക്കെ പറയാം. അത് കണ്ട ഒരു പ്രത്യേകത ഇല്ലേ, നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ഒരു അമ്പലവും ഒരു വലിയ മരത്തിൻ്റെ കീഴാണ് അത് കണ്ടോ. അടിപൊളിയല്ലേ. എന്തായാലും മുമ്പോട്ട് ഇതേപോലെ രസകരമായ കാഴ്ചകളുണ്ട്. മുമ്പും ഞാൻ ഇതുവഴി പോയിട്ടുണ്ട് പണ്ട്. ഇപ്പോൾ കുറേ കാലമായി. അപ്പോൾ എന്തായാലും എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, എന്തൊക്കെയാണ് പുതിയ പുതിയ കാഴ്ചകൾ, പുതിയതായിരിക്കില്ല മിക്കവാറും നമ്മളൊരു നല്ല ഗ്രാമത്തിൽ കൂടെയൊക്കെ പോകുന്ന ടൈപ്പ് കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇതുവഴി പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് പല ഭാഗങ്ങളും തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതൊരു ചെറിയ പാലമാണ് ഇത് കണ്ട. അപ്പോൾ അവിടെ കുറേ റിസോർട്ടുകളുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വിരിപ്പാറ ബംഗ്ലാവ് എന്നുള്ള ബോർഡ് കണ്ടോ. ആക്ച്വലി നമ്മൾ വിരിപ്പാറ ബംഗ്ലാവിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. വിരിപ്പാറ വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള വിരിപ്പാറ ബംഗ്ലാവിൽ അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ റോഡിലൂടെ ആക്ച്വലി ഓടിച്ചു പോകാൻ തന്നെ നല്ല രസം കേട്ടോ. കണ്ട നല്ല വ്യൂസ് നമുക്ക് കിട്ടും. വലിയ ഹൈറ്റിലുള്ള മലകളും അതും ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ മലകൾ. ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് കണ്ണൻദേവൻ്റെ തന്നെയാണ് കേട്ടോ, ടാറ്റാ ടീയുടെ. അത് കണ്ടോ നല്ല കിടിലം ഫ്രെയിം. അവിടെ ഇതാ വെള്ളം വരുന്നു നടുക്കൂടെ, അപ്പുറത്ത് പച്ചപ്പ്, അതിൻ്റെ മുകളിൽ ഇതാ കോടമഞ്ഞ് പറിച്ചിട്ട് മലകൾ. ഇവിടെ കുറേ ഭാഗം ഫോറസ്റ്റ് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർ ഇത്രയും ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വേണം വണ്ടി ഓടിക്കാൻ. ആന ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അതേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മരത്തിലൊക്കെ അതാ ബോർഡ് വെച്ചിട്ടുണ്ട്, എലിഫന്റ് ക്രോസിംഗ് ഏരിയ സൂക്ഷിക്കണം എന്നൊക്കെ. ഇവിടെ മൃഗങ്ങളൊക്കെ കാണപ്പെടുന്ന സ്ഥലങ്ങളാണ്, എപ്പോഴും ഉണ്ടെന്നല്ല. ആനയൊക്കെ ഇറങ്ങിയതൊക്കെ ആയിട്ട് ഇവിടെ ന്യൂസിലൊക്കെ വരാറുണ്ട്. എന്തായാലും വരുന്നവരൊന്ന് ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നല്ല കാഴ്ചകളുണ്ട്, അതുകൊണ്ട് നമ്മുടെ കോൺസെൻട്രേഷൻ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇവിടെ എത്തിയപ്പോൾ ആ ഒരു റോഡിന്റെ ഏകദേശം നടക്കെന്ന് പറയാൻ പറ്റില്ല, ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് അമ്പലങ്ങൾ, അതായത് കൂടുതലും നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ടൈപ്പ് അമ്പലങ്ങളൊക്കെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. എന്നാൽ അതിന്റെ ചുറ്റും നല്ല വ്യൂ ആയിരിക്കും കേട്ടോ, നല്ല സീനറി ഒക്കെ ആയിരിക്കും. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ ധാരാളം ഈ തേയിലത്തോട്ടത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ ലയങ്ങളും ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാൻ പറ്റും. ചില സ്ഥലത്ത് റോഡ് ഇത്തിരി മോശമാണ്, അല്ലാതെ നമുക്ക് പല സ്ഥലങ്ങളിലും അത്യാവശ്യം നോർമൽ സ്പീഡിൽ വരാൻ പറ്റും. ഞാൻ സ്പീഡിൽ വരാൻ പറയുന്നില്ല, കാരണം ഈ പറയുന്ന പോലെ റോഡ് വലിയ വീതിയുള്ള റോഡല്ല. ആക്ച്വലി ഞാൻ ഈ ഒരു കാഴ്ചയും കൂടി കാണാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്, ഇതുവഴി പോകാമെന്ന് വിചാരിച്ചത്. ആക്ച്വലി എന്താ പറയാ, കേരളത്തിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻസിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളുകളിൽ ഒന്നാണിത്. കാണാമെന്ന് വിചാരിക്കുന്നു. ലക്ഷ്മി എസ്റ്റേറ്റിലെ ഗവൺമെന്റ് സ്കൂളാണത്. അവിടെ കുറച്ച് പിള്ളേരൊക്കെ നിപ്പുണ്ട്. എനിക്കൊന്ന് ക്ലാസ് ഇല്ലെന്ന് തോന്നുന്നു എന്തായാലും. പക്ഷെ നല്ലൊരു വ്യൂ പോയിന്റിന്റെ തൊട്ടടുത്തായിട്ടാണ് ആ സ്കൂൾ ഇരിക്കുന്നത്. കൊള്ളാം. ഇതേപോലെ മറ്റൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിന് അടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ നല്ല കാഴ്ചകള് കാണുന്ന ഒരു സ്കൂൾ. ഇതാണ് ആ സ്കൂളിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. നല്ല രസമാണ് ശരിക്കും. ഇതാ കണ്ടോ, ഒരു പഴയ നമ്മളെ ഒരു ഗ്രാമങ്ങളിലൊക്കെ ആ ഒരു ഫീല്, നല്ല ഫീലാണ് ഇതുവഴി പോകുമ്പോൾ എപ്പോഴും. അപ്പം നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി പോകുമ്പോൾ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണിത്. ഇവിടെ ഞങ്ങൾ ഇന്ന് മുമ്പ് വന്നപ്പോഴും ഇവിടെ നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്താണ്. ഇവിടെ എന്തായാലും പണ്ടത്തെ പോലെ ഇറങ്ങാൻ പറ്റില്ല, കാരണം ഞങ്ങളും പണ്ട് വന്നപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഇവിടെ എല്ലാം മുള്ളുവേലിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പാടില്ല എന്നാണ്. കണ്ടോ, പശുക്കളെയൊക്കെ മേയാൻ പറ്റും. ഇത് കിട്ടുന്ന സ്ഥലമാണിത്. അങ്ങോട്ട് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ.
കുറേ ആൾക്കാർ തേയിലത്തോട്ടുള്ള പണിക്കാരാണെന്ന് തോന്നുന്നു, അങ്ങോട്ട് പോകുന്നുണ്ട്. കൊള്ളാം, കിട്ടില്ല ഏരിയ, നല്ല അങ്ങ് വരെ റോഡ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും വരുന്നവർക്ക് എന്താ പറയുക, നല്ല ഇൻസ്റ്റയിൽ ഫോട്ടോസൊക്കെ ഇടാൻ പറ്റിയ സ്പോട്ടാണ്. അവിടെ കോടമഞ്ഞുകൊണ്ട് മൂടിയിട്ടുണ്ട് നേരെ. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ പതുക്കെ നമ്മുടെ യാത്ര തുടരുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ചില സ്ഥലത്ത് റോഡ് ഇത്തിരി മോശമായിട്ട് കിടപ്പുണ്ട്. എന്തായാലും യാത്ര തുടരാം. അപ്പോൾ നമ്മുടെ ലെഫ്റ്റിൽ ഇതാ നേരെ കാണുന്നതാണ് ലക്ഷ്മി ടീ ഫാക്ടറി എന്ന പേര്. ഇപ്പോൾ ഇവിടെ കുറേ റിസോർട്ടുകളുടെ ബോർഡൊക്കെ ഉണ്ട്. നമുക്കും ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. കണ്ണൻദേവൻ ഹിൽ പ്ലാന്റേഷൻ കമ്പനി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, KDHP. ഈ ക്ലൈമറ്റ് കൊള്ളാം, മഴയും പെയ്യുന്നില്ല, എന്നാൽ സമയം നല്ല ഫോഗുണ്ട്. ഫോഗൊക്കെ മുകളിലാണ്, പോകുന്ന വഴിക്കൊന്നും പോകില്ല, എല്ലാം കുന്നിൻ്റെ മണ്ടയില്ല. ഇവിടെ വന്നപ്പോൾ ഒരു വീടാണോ എന്നറിയില്ല, അതോ ഹോം സ്റ്റേ ആണോ, പക്ഷെ വീട് തന്നെയാണ്. വീട് തന്നെയാണ്, നല്ല രീതിയിൽ പെയിന്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് തേയിലത്തോട്ടത്തിലായിരുന്നെങ്കിലും ആയിരിക്കും. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ചുരുട്ടിയൊക്കെ ഇട്ടിരിക്കുന്നു, കോയിൽ പോലെ. എന്താണ് അങ്ങോട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് മൃഗങ്ങൾ വരാതിരിക്കാനോ അതോ റോഡിലേക്ക് വരാതിരിക്കാനോ, എന്തായാലും എനിക്കൊന്ന് പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എലിക്സിർ അല്ലെങ്കിൽ ഡീപ് വുഡ് റിസോർട്ടിന്റെ ഒക്കെ എൻട്രൻസ് ഇവിടെയാണ് കേട്ടോ. ഇതൊരു ഉള്ളിലോട്ട് ഒരുപാട് പോകാനുണ്ട്. വലിയ എസ്റ്റേറ്റ് ആണ് ഇവർ, പുളിമൂട്ടിൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിന്റെ ആണിത്. അവരുടെ തന്നെ ബംഗ്ലാവ്സും ഇതിനകത്ത് റെന്റിന് കൊടുക്കുന്നുണ്ട് കേട്ടോ, താമസിക്കാൻ. അതെ, നമ്മൾ പിന്നെയും നല്ലൊരു സ്പോട്ടിലെത്തി. ഇവിടെ ഇത്തിരി റോഡ് മോശമായിട്ട് കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ടാറുണ്ട്, എന്നാലും ടാറൊക്കെ ഇളകി പല സ്ഥലത്തും കിടപ്പുണ്ട്. അവിടെ ആ ജീപ്പ് കിടക്കുന്ന ഏരിയ ഒക്കെ കൊള്ളാം. ഒക്കെ സ്ഥലത്തും നമുക്ക് ഈ ഒരു ഇത് കാണാൻ പറ്റും. അവരിത് തേയിലയൊക്കെ നുള്ളിയത് അടുക്കിക്കൊണ്ട് പോവുകയാണ് ട്രാക്ടറിൽ. പുതിയ ട്രാക്ടറാണെന്ന് തോന്നുന്നു. അതെ, നമ്മൾ നല്ലൊരു കിടിലൻ സ്പോട്ടിലെത്തി കേട്ടോ. ഇവിടെ ഒന്ന് ജസ്റ്റ് വണ്ടി നിർത്തിയതാണ്. ഇതാ വണ്ടി കിടക്കുന്ന സ്പോട്ട് ഉണ്ടോ, ഫുൾ നല്ല കിടിലൻ തേയിലത്തോട്ടങ്ങളാണ് അതാ അവിടെ. നമുക്ക് ഈ തേയിലത്തോട്ടത്തിന്റെ മൊത്തം ഇങ്ങനെ ഒരു നല്ല വ്യൂസ് കിട്ടും. മഴ പിന്നെയും കൂടിയല്ലോ, നമുക്ക് എന്തായാലും പിന്നെയും കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ അതെ, ഇതും ആക്ച്വലി ഒരു നല്ല വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇവിടുത്തെ നല്ല ദൂരക്കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പക്ഷെ ഇവിടെ ഈ സ്ഥലത്ത് ഇത്തിരി റോഡ് മോശമാണ്, എന്നാലും വണ്ടി വരികയൊക്കെ ചെയ്യും. നല്ല ദൂരത്തോടെ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്ന എന്നാൽ കുറേ ഏരിയ തേയിലത്തോട്ടമാണ്. അതൊക്കെ ഉള്ള ഒരു പോയിന്റ് ആയിരുന്നു. പക്ഷെ നമുക്ക് ഈ ലൊക്കേഷനിൽ ഇപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല. ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാം, എന്താ അവിടെ വെള്ളച്ചാട്ടമൊക്കെ വരുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെ. അതും തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ വെള്ളച്ചാട്ടം. ഫുള്ള് നല്ല കിടിലൻ, രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇവിടെയൊക്കെ റോഡ് ഇളകി കിടക്കുന്നു, അതേ ഉള്ള ഒരു പ്രശ്നം. അടിപൊളി. എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടെ നല്ല വ്യൂ പോയിന്റ് കേട്ടോ. നേരത്തെ കാറ് നിർത്തിയിട്ടൊന്ന് എടുക്കുന്നതാണ്. അവിടെ കണ്ടോ, അവിടെ ഒരു നടുക്ക് എന്തോ ഉണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. തേയിലത്തോട്ടത്തിന്റെ നടുക്ക് എന്തോ ഒരു കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, മണ്ഡപം പോലെ. ഇതാ അവിടെയാണ് ഞാൻ പറഞ്ഞ വാട്ടർഫോൾസ് ഒക്കെ കാണാം അതിന്റെ ഇടയ്ക്ക്. കണ്ടോ, കിട്ടുള്ള ഏരിയ. അങ്ങോട്ടേക്ക് താഴോട്ടേക്ക് പോകുമ്പോൾ റോഡ് പിന്നെയും നല്ല ക്ലിയർ ആവുന്നുണ്ട് കേട്ടോ. നല്ല റോഡാണ്, ക്വാളിറ്റി റോഡാവുന്നുണ്ട്. ഇവിടെയാണ് ഇത്തിരി ഒന്ന് കുറച്ച് ദൂരം, എനിക്കൊന്നൊരു 1 കിലോമീറ്ററോളം മോശമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൈനഗിരി വാട്ടർഫോൾസ്. എനിക്കൊന്ന് വിരിപ്പാറ വാട്ടർഫോൾസ് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. അതിന്റെ മുമ്പ് ഇവിടെ വിരിപ്പാറ വാട്ടർഫോൾസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 50 രൂപയാണ് കേട്ടോ ഇവിടെ. ടൈഗർ കേവ് വിത്ത് ഹാങ്ങിങ് ബ്രിഡ്ജ്. അങ്ങോട്ടേക്ക് ഇപ്പോൾ ട്രെക്കിങ്ങിന് പോകാനുള്ള ഇതൊക്കെ ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും മഴയാണ്, ഇപ്പം ഇറങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടുത്തെ എൻട്രൻസ് ഫീസ് 50 രൂപയാണ്. അപ്പോൾ ഇതിനടുത്ത് തന്നെയാണ് നമ്മുടെ വിരിപ്പാറ ബംഗ്ലാവ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മൂന്നാറിന്ന് ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ചെറിയൊരു ഡ്രൈവായിരുന്നു അത്. നമ്മളിപ്പോൾ മാങ്കുളത്തെത്തി. അപ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റിൽ നിന്ന് മാങ്കുളം, അതായത് മൂന്നാർ ഓൾഡ് ടൗണിൽ നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മാങ്കുളത്തേക്കുള്ള ഒരു ചെറിയ യാത്രയായിരുന്നു. അപ്പോൾ ആ വരുന്ന വഴിക്കുള്ള മിസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് അടിപൊളി കാഴ്ചകൾ നമ്മൾ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഒരു അടിപൊളി റിസോർട്ടിലാണ്. ഇപ്പോൾ റിസോർട്ടിൻ്റെ കാഴ്ചകൾ ഉടനെ വരുന്നുണ്ട്, കാണുക. ബൈ.